സർവ്വരാജ്യ തൊഴിലാളി ദിനമായ മെയ് 1 തോട്ടം മേഖലയായ പീരുമേട്ടിലും സമുചിതമായി ആചരിച്ചു. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽകളി, തീം ഡാൻസ് എന്നിവയുടെ ഉത്സവ പരിപാടികൾ ആഘോഷമാക്കാൻ നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. സർവ്വരാജ്യ തൊഴിലാളി ദിനമായ മെയ് 1 തോട്ടം മേഖലയായ പീരുമേട്ടിലും സമുചിതമായി ആചരിച്ചു. പതാക ഉയർത്തിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും തൊഴിലിടങ്ങളിലെ മനുഷ്യന്റെ അവകാശം നേടിയെടുത്ത തൊഴിലാളി ദിനമായ മെയ് 1 ആഘോഷിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിച്ചു. തോട്ടം മേഖലയായ പീരുമേട്ടിലും വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. ചിക്കാഗോയിലെ ഐതിഹാസികമായ സമരത്തിലൂടെ ലോക തൊഴിലാളി സമൂഹത്തിന് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദമെന്ന ന്യായമായ ആവശ്യം നേടിയെടുത്ത ദിനമായ മെയ് 1 ഇക്കൊല്ലം ആചരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണകൂടം തൊഴിലാളികൾക്കുമേൽ ഭീമമായ തൊഴിൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ലേബർ കോഡുകൾ നടപ്പിലാക്കുക വഴി 8 മണിക്കൂർ തൊഴിൽ എന്നത് 14, 16 മണിക്കൂർ തൊഴിലിടങ്ങളിൽ തൊഴിലെടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നും ഇതിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ വരും ദിവസങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്നും തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തൊഴിലാളി സമൂഹം ഒന്നുചേരേണ്ടതുണ്ട് എന്ന് CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു പറഞ്ഞു. കല്ലാറ് കവലയിൽ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ ഉത്സവ ദിനമായ മെയ് 1 ലോകത്തെമ്പാടും ആചരിക്കപ്പെടുക എന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, ഇതാണ് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആ മുദ്രാവാക്യം. എന്നാൽ ഇന്ന് ഈ മെയ് ദിനത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് തൊഴിലാളികളെ ആകെ അവരുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കുന്ന തരത്തിൽ കേന്ദ്രത്തിലെ അധികാരത്തിലിരിക്കുന്ന BJPയുടെ ഗവൺമെൻറ് പുതിയ തൊഴിൽ കോഡ് കൊണ്ടുവന്നുകൊണ്ട് 8 മണിക്കൂർ തൊഴിൽ എന്നത് 12ഉം 14 മണിക്കൂറും തൊഴിലാക്കിക്കൊണ്ട് മാറ്റി, അതോടൊപ്പം തന്നെ കിട്ടുന്ന വേതനം കുറച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒരു ഏകീകരിച്ചുള്ള ഒരു തൊഴിൽ വേതനം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ മെയ് ദിനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടും തൊഴിലാളികൾക്ക് സന്തോഷത്തിന് വക നൽകുന്നതല്ല ഈ മെയ് ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ശക്തരായി, കൂടുതൽ കരുത്തുറ്റ, കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് നേരിടേണ്ടി വരും, അതിൽ പങ്കെടുക്കേണ്ടി വരും. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ മെയ് ദിനത്തിൻ്റെ സന്ദേശം തൊഴിലാളികളെ കൂടുതൽ ശക്തരാക്കിക്കൊണ്ട്, തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ട് ഇനിയുള്ള ഭാവി ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ നിലനിർത്താൻ, നേടിയെടുത്ത പോരാട്ടത്തിലൂടെയുള്ള അവകാശങ്ങൾ നിലനിർത്താൻ, നമ്മുടെ തൊഴിൽ സംവിധാനം നിലനിർത്താനെല്ലാം ഇനിയുള്ള കാലഘട്ടം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അതും കൂടെ കരുതിയിരുന്നു കൊണ്ട് വേണം ഈ മെയ് ദിനത്തിൻ്റെ സന്ദേശം ഉൾപ്പെടെ മറ്റ് നമ്മുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ മെയ് ദിനം നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തൊഴിലാളികളുടെ ദിനമാണെന്ന് ആ അവകാശങ്ങൾ നിലനിർത്തുവാനും നേടിയെടുക്കുവാനും കഴിയുന്ന തരത്തിൽ തുടർന്ന് പോരാട്ടത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ മെയ് ദിനത്തിൻ്റെ പതാക. ഇന്ത്യയിൽ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വീണ്ടും മറ്റൊരു സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്ന സാഹചര്യമാണ് ഈ തൊഴിലാളി ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.